സത്യം പറയല്ലോ വർമ്മ സാറേ, രാജു ഇലക്ഷൻ വർക്കിന് ഇറങ്ങിയ ശേഷം എല്ലാരും അങ്ങ് ഉഷാറായി. ആകെ മൊത്തത്തിലൊരു പോസിറ്റീവ് വൈബുണ്ട്. ഇപ്പോഴാ പ്രചരണമൊക്കെ ഒന്ന് ഉഷാറായത്. ഇപ്പൊ തന്നെ നമ്മൾ പല മേഖലകളും കവർ ചെയ്ത് കഴിഞ്ഞു. അവന്മാർക്ക് കാശ് കൊടുത്ത് പറയിക്കുന്നതാ. ഒന്നും മിണ്ടാതിരിക്കടാ. പുന്നേല ഭാഗത്തും കുന്നുംപുറം ഭാഗത്തും നല്ല പോസിറ്റീവ് റെസ്പോൺസ് ആയിരുന്നു. അതെ, എന്നെ സ്നേഹിക്കുകയും അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ജനങ്ങളുടെ നിഷ്കളങ്കമായ സംസാരവും അവരുടെ സന്തോഷമൊക്കെ കാണുമ്പോ എത്ര വലിയ വേനലും വെയിലുമാണെങ്കിലും അതാണ് മനസ്സിന് ഏറ്റവും വലിയ ആശ്വാസം. അല്ല, ദീപക്കായിരുന്നല്ലോ ആദ്യം ഇലക്ഷൻ പ്രചരണത്തിന്റെ ബാനറുകളുടെയും പോസ്റ്ററുകളുടെയും കണക്ക് നോക്കിക്കൊണ്ടിരുന്നത്. അതൊക്കെ നിങ്ങള് അവൻ ചെയ്തതുപോലെ തന്നെ ഉത്തരവാദിത്വത്തോടെ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? ഞാനത് ചേച്ചിയോട് പറയാൻ മറന്നുപോയത്. രാജു വന്നപ്പോ എല്ലാ കാര്യങ്ങളും രാജു ഒന്ന് റീഅറേഞ്ച് ചെയ്തു. ചേച്ചി പറഞ്ഞ പ്രചരണ സാമഗ്രികളുടെ കാര്യത്തിലും രാജു ചില മാറ്റങ്ങളൊക്കെ വരുത്തി. ആ വകയിൽ പാർട്ടിക്ക് ലാഭം 6 ലക്ഷത്തോളം രൂപയാണെന്ന് സുമാർ സാർ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. രാജുവിനോട് പ്രത്യേകം നന്ദി പറയാനും പറഞ്ഞു. ഇവൻ ഫ്ലക്സിന്റെയും പോസ്റ്ററിന്റെ ഒക്കെ എണ്ണം കുറച്ച് കാണും. അവനെന്തെങ്കിലും കുരുത്തക്കേടായിരിക്കും പറഞ്ഞത് അല്ലേ ചേച്ചി? ഈഗോ ഒക്കെ മാറ്റിവെച്ച് രാജുവിന്റെ കൂടെ നിന്നാ ഇവൻ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ പഠിച്ചെടുക്കാം. അത്ര തന്നെ. അതെങ്ങനെയാ? നന്നാവില്ലെന്ന് സ്വയം തീരുമാനിച്ച് ഇറങ്ങിയിരിക്കുകയല്ലേ. അതെന്താ അമ്മാവ അങ്ങനെ പറഞ്ഞത്? ഇത്രയും ദിവസം അമ്മാവന്റെ കാര്യങ്ങൾ നോക്കാൻ ഞാനല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അതിന്റെ അറിയാനുണ്ട്. എവിടെ ചെന്നാലും പരാതി പരാതി കേട്ട് കേട്ട് ഞാൻ മടുത്തു. നിന്റെ മിടുക്ക് എനിക്ക് വീണ്ടും ബോധ്യമായി. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. വർമ്മ സാറേ, എങ്കിൽ ഞങ്ങൾ ഇറങ്ങട്ടെ. ഊണ് കഴിച്ചിട്ട് ഇറങ്ങാടോ. അയ്യോ, അതൊന്നും വേണ്ട വർമ്മ സാറേ. പോയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. വർമ്മ സാർ, ഒരു മിനിറ്റ്. ശരിയാ. വർമ്മ സാറേ, ഇത് രാവെന്നോ പകലെന്നോ ഇല്ലാതെ ഇലക്ഷൻ മാർക്ക് ഒഴിവ് സമയത്ത് വീട്ടിലെ വർക്ക്ഷോപ്പിൽ വെൽഡിംഗ് പണി. ആ കിട്ടുന്ന പണം എങ്ങനെയാടോ തന്റെ ഭാര്യയുടെ ചികിത്സാ ചെലവിനും കുഞ്ഞിന്റെ പഠിത്തത്തിനും തികയുന്നേ? വർമ്മ സാർ ഈ പണം തിരികെ വാങ്ങണം. വർമ്മ സാറേ, വർമ്മ സാറിന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങണമെന്ന് കരുതിയല്ല ഞാൻ ഇലക്ഷൻ വർക്കിന് വന്നത്. മരിക്കുന്നതിന് മുൻപ് ഒരു കെട്ടുറപ്പുള്ള വീട്ടിൽ കിടന്ന് സമാധാനത്തോടെ ഉറങ്ങണമെന്നായിരുന്നു എൻ്റെ അമ്മയുടെ ആഗ്രഹം. അങ്ങനെ ഒരു ആഗ്രഹം സാധിച്ചു തന്നത് വർമ്മ സാറാ. ഞാൻ ഈ പണം തരുന്നത് നീ എനിക്ക് വേണ്ടി ഇലക്ഷൻ വർക്ക് ചെയ്യുന്നതിന്റെ കൂലിയാണെന്ന് നീ കരുതിയോ? നിന്റെ ഭാര്യ എന്റെ ആരാ? അവൾ എന്റെ സഹോദരിയല്ലേ? അവളുടെയും നിന്റെ കുഞ്ഞിന്റെയും ആവശ്യത്തിന് എന്തെങ്കിലുമൊക്കെ തരാൻ എനിക്ക് അവകാശമല്ലേ? വർമ്മ സാറേ, നീ വീട്ടിലേക്ക് ചെല്ല്. പാടോ. രാജു, അവനൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലാക്കി അവനെ സഹായിക്കണമെന്ന് നീ പറഞ്ഞപ്പോഴാണ് അവന്റെ കഥകളൊക്കെ ഞാൻ അറിഞ്ഞത്. എല്ലാവരും സ്വന്തം പോക്കറ്റ് നിറയ്ക്കാൻ മത്സരിച്ചോടുന്ന ഈ കാലത്ത് കൂടെ നിൽക്കുന്നവരെയും സഹായിക്കണമെന്ന് ചിന്തിക്കുന്ന നിന്റെ ഈ മനസ്സ് വലിയ മനസ്സാ. എന്താ വർമ്മ സാറേ ഈ പറയുന്നത്? എല്ലാം ചെയ്യുന്നത് വർമ്മ സാറും അതിന്റെയൊക്കെ ക്രെഡിറ്റ് എനിക്കും. മുമ്പ് വർമ്മ സാറിന് ഒരുപാട് സമയമുണ്ടായിരുന്നു. വർമ്മ സാർ തന്നെ നേരിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എല്ലാവരെയും സഹായിച്ചിരുന്നു. പക്ഷേ ഇന്ന് വർമ്മ സാറിന് ഉത്തരവാദിത്തങ്ങൾ ഒരുപാടാണ്. ന്യായമായ കാര്യങ്ങള് വർമ്മ സാറിന്റെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടത്
കൂടെ നിൽക്കുന്ന എന്റെ കടമ മാത്ര. സാർ, എങ്കിൽ ഞാൻ ഋതികമായിട്ട് ഇറങ്ങട്ടെ വർമ്മ സാറേ. ശരി. ഋതിക മേഡം. എങ്കിൽ ഞങ്ങൾ ഇറങ്ങട്ടെ അച്ഛ. ശരി സാർ. ചിരമ ഇറങ്ങട്ടെ. ശരി മോളെ. ശരി സാർ. പോയിട്ടോ. എന്താ ഏട്ടാ? ഏയ് ഒന്നുമില്ല. ഞാൻ ക്ഷേത്രത്തിലേക്ക് ഇറങ്ങാനുള്ള തിടുക്കത്തിലായിരുന്നേ. മാഡം എന്താ കാണണമെന്ന് പറഞ്ഞേ? ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾക്കോ മറ്റോ ആണെങ്കിൽ ക്ഷേത്രത്തിലേക്ക് വന്നോളൂ. സന്ധ്യാപൂജയ്ക്ക് ശേഷമാവാം. ക്ഷമിക്കണം, ഞാൻ കാണാൻ വന്നത് മറ്റൊരാവശ്യം അറിയിക്കാനായിരുന്നു തിരുമേനി. എന്താണെന്ന് വെച്ചാൽ വേഗം പറഞ്ഞോളൂ. ക്ഷേത്രത്തിലെത്താൻ അല്പം ധൃതിയുണ്ടേ, അതുകൊണ്ടാ. ക്ഷേത്രത്തിൽ വെച്ച് നാളെ 1000 പേർക്കുള്ള അന്നദാനം നടത്തണമെന്ന് ആഗ്രഹമുണ്ട്. വളരെ നല്ല കാര്യം. എന്താ വിശേഷിച്ച്? എനിക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ ജന്മദിനോ നാളെ. വളരെ സന്തോഷം. ക്ഷേത്രത്തിൽ വന്ന് ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി മണികണ്ഠനുമായി സംസാരിച്ചോളൂ. ക്ഷേത്രത്തിൽ വെച്ച് തന്നെ ആഹാരം പാചകം ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാകോ തിരുമേനി? സദ്യ ഗംഭീരാകണം. എന്റെ മേൽനോട്ടത്തിൽ തന്നെ നടത്തണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ മണികണ്ഠനോട് ഇപ്പൊ തന്നെ വിളിച്ചറിയിച്ചേക്കാം. മാഡം ക്ഷേത്രത്തിലേക്ക് വന്നോളൂ. നന്ദി തിരുമേനി. അങ്ങനെ ആവട്ടെ. ദിവസങ്ങൾ ഓരോന്ന് കഴിയും തോറും അവൻ അമ്മാവനുമായിട്ട് മാക്സിമം കയറി ഒട്ടുവാണല്ലോ. അമ്മാവനെ, സുകുമാരൻ സാറിനെ, പാർട്ടി പ്രവർത്തകരെയും എല്ലാവരെയും അവൻ ഒരുപോലെ അങ്ങ് സൂചിപ്പിക്കുക. ഇങ്ങനെ പോയാ ഇലക്ഷന് മുമ്പായി തന്നെ അവൻ നൈസായിട്ട് ഈ കുടുംബത്തിൻ്റെ സ്വത്തുക്കളുടെ അവകാശിയാവും. രാഷ്ട്രീയത്തിൽ അമ്മാവൻ്റെ പിൻഗാമിയാവും. എങ്ങനെയെങ്കിലും അവനെ ഇവിടുന്ന് പുകച്ച് പുറത്ത് ചാടിക്കണം. എന്തോ ഉടായ്പ മണക്കുന്നുണ്ടല്ലോ. അവര് വരുന്നു. ഋതുമോളെ, നിങ്ങൾ ഇങ്ങോട്ട് വന്നത് ആരെങ്കിലും കണ്ടോ? ഇല്ല ചെറിയമ്മേ. വർമ്മ സാർ ഉറങ്ങിയോ? ഉറങ്ങി. കത്തി റെഡിയല്ലേ? റെഡിയാ. കത്തിയോ? അമ്മാവന് ഉറങ്ങിയോന്ന് ചോദിക്കുന്നു, കത്തി റെഡിയാണോന്ന് ചോദിക്കുന്നു. ഇതെന്താ ഇവരുടെ പരിപാടി? ഇനി അമ്മാവനെങ്ങനെ തട്ടാൻ പോവാണോ? ചെറിയമ്മേ, ആർക്കും ഇതുവരെ സംശയമൊന്നും തോന്നിയിട്ടില്ലല്ലോ? ഇല്ല മോളെ, എനിക്കുറപ്പാ. വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ? നമ്മൾ തീരുമാനം എടുത്തില്ലേ മോളെ? ഇനി പ്രശ്നമാവുന്നൊന്നും ഓർത്തിട്ട് ഒരു കാര്യമില്ല. അത്രേ ഉള്ളൂ. നമുക്ക് ധൈര്യമായിട്ട് പ്ലാൻ ചെയ്ത പോലെ തന്നെ ചെയ്യാം. പിന്നെ വരുന്നിടത്ത് വെച്ച് കാണാം. ഇനി ഇവര് അമ്മയെ കൊല്ലാനെങ്ങാനാണോ പ്ലാൻ ചെയ്യുന്നത്? ദൈവമേ, മൊത്തത്തിൽ എല്ലാത്തിനും ഒരു പേടിയും പിടപെടപ്പും കള്ളലക്ഷണവും. ഉറപ്പാ ഇത് മർഡർ തന്നെ. ശരി, നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരുപാട് നേരം നിന്ന് സംസാരിക്കണ്ട. അംബിക മേടോ ദീപൊക്കെ എങ്ങനും കണ്ട ആകെ കുഴപ്പവും. പ്ലാൻ ചെയ്തൊന്നും നടക്കില്ല. നമുക്കിന്നലെ ശേഖരൻ സാറിന്റെ റൂമിൽ വെയിറ്റ് ചെയ്യാം. സമയമാകുമ്പോ വർമ്മ സാറിന്റെ റൂമിലോട്ട് പോവാം. യാമിനി മാഡം റൂം തട്ടണം. ആദ്യം ഞാൻ പൊട്ടിക്കും, പിന്നെ ശേഖരൻ സാറ് പൊട്ടിക്കണം. ഓക്കെ അല്ലേ? ശരി രാജു. അപ്പൊ കത്തി മാത്രല്ല, പൊട്ടിക്കാനുള്ള തോക്കും കരുതിയിട്ടുണ്ടല്ലേ? അല്ല, തോക്കുള്ളപ്പോ എന്തിനാ കത്തി? വെടിവെച്ചിട്ട് ചത്തില്ലെങ്കിൽ അമ്മാവനെ കുത്തി കൊല്ലാനായിരിക്കും പ്ലാൻ. എന്നാലും ഇവരെന്തിനാ അമ്മാവനെ? എന്തായാലും അമ്മയെ അറിയിക്കാം. അമ്മാവന്റെ രക്ഷകനാകാനെങ്ങാനും പറ്റിയ പിന്നെ രാജു ഔട്ട്, ദീപക്കിൻ. വാ പോവാം. പതുക്കെ. പതുക്കെ. എടാ, നിനക്കെന്താ ഭ്രാന്തായോ?
പിച്ചും പെയ്യും ഒക്കെ. എടാ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. എന്റെ പൊന്നമ്മേ, ഞാൻ പറഞ്ഞ സത്യ. ഞാൻ എന്റെ 2 ചെവിയും കൊണ്ട് കേട്ടതാ. എന്നിട്ട് നീ അവരുടെ കയ്യിൽ ഗണ്ണ് കണ്ടോ? കണ്ടില്ലെന്ന് പറഞ്ഞ അമ്മ ഞാൻ പറയുന്നത് വിശ്വസിക്കില്ല. എടാ കണ്ടോന്ന്. ആ കണ്ടു, എന്റെ 2 കണ്ണും കൊണ്ട് കണ്ടു. എന്റെ ദൈവമേ. എടാ എന്നാ അവരെ തടയണം. പ്രതാപൻ ഒരാളെ നമുക്ക് എങ്ങനെയെങ്കിലും മാനേജ് ചെയ്യാം. പക്ഷെ പ്രതാപന്റെ സ്ഥാനത്തേക്ക് അവള് ആ ഋതിക വളർന്ന പിന്നെ അവള് നമ്മളെ പറ്റുന്ന പോലെ ഒക്കെ ഉപദ്രവിക്കും. അവള് മുറിവേറ്റ പാമ്പാ. നീ വാ. അമ്മേ വാ, വേഗം വാ. അങ്ങോട്ട് കേറ്. പ്രതാപ, പ്രതാപ. അമ്മേ കുറച്ചുകൂടെ ഉറക്കെ വിളിക്കേ. മിണ്ടാതിരിക്കടാ. ഇങ്ങനെ വിളിച്ച അടുത്ത് നിൽക്കുന്ന ഞാൻ പോലും കേൾക്കില്ല. പ്രതാപ, അമ്മ ഉറക്കെ വിളിക്കേ. പ്രതാപ വാതിൽ തുറക്ക്. അമ്മാവാ, പ്രതാപ, അമ്മാവാ. പ്രതാപ. എന്താ ചേച്ചി, എന്താ ഈ രാത്രിയില്? പ്രതാപ പതുക്കെ. എന്ത് പറ്റി? ഒരു പ്രശ്നമുണ്ട് മോനെ. നിന്നെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കണമെന്ന് എനിക്കറിയില്ല. നീ ഇത്രയും കാലം വിശ്വസിച്ചിരുന്നവരെല്ലാം നിന്നെ ചതിക്കുമായിരുന്നു. ചേച്ചി ഇത് എന്തൊക്കെയാ പറയുന്നേ? അയ്യോ, Happy birthday to you. Happy birthday to you. Happy birthday dear Varsa. Happy birthday to you. 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 Happy birthday. പാടങ്ങോട്ട് പാട്. Happy birthday to ഹാപ്പി ബർത്ത്ഡേ ടു യു. Happy birthday to ഹാപ്പി ബർത്ത്ഡേ അച്ഛാ. താങ്ക് യു. ചേട്ടാ കേക്ക് കിട്ടിയ സമയം വാ. വരൂ. അയ്യേ, അപ്പൊ ഇതായിരുന്നു കത്തി. Happy birthday to you. Happy birthday to you. Happy birthday. Happy birthday to you. ഋതുമോളെ, ചേട്ടൻ മധുരം കൊടുക്കുമോളെ. ഹാപ്പി ബർത്ത്ഡേ അച്ഛാ. ആ ചേച്ചി എന്താ പറയാമെന്ന്? ഏ ആ, എന്തോ ആരോ ചതിച്ചെന്നോ മറ്റോ? അത് ഞാൻ എന്താ ചേച്ചി? സർപ്രൈസ്. നിന്റെ ബർത്ത്ഡേ ആഘോഷിക്കാനുള്ള സർപ്രൈസ്. ആദ്യം നിന്നെ ഒന്ന് പറ്റിക്കാമെന്ന് കരുതി. അത് ശരി, ഇതൊക്കെ ചേച്ചിയുടെ അറിഞ്ഞ മനസ്സായിരുന്നോ? അല്ല, ഇതൊക്കെ അറേഞ്ച് ചെയ്ത ഋതുമോളാ. അതെ, എല്ലാം അറേഞ്ച് ചെയ്തത് ഋതുമോളാ. ഞാൻ ഇതിന്റെ ഒപ്പം കൂടിയേ ഉള്ളൂ. ചേച്ചിയുടെ ഒരു കാര്യം. ആ താങ്ക് യു. എന്റെ ഈ പിറന്നാൾ ദിനത്തിൽ ഒരു സർപ്രൈസ് കൂടി. പിറന്നാൾ ആഘോഷമാക്കിയ നിങ്ങൾക്ക് സ്നേഹത്തോടെ എന്റെ നന്ദി. ആൻഡ് ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് സർ. ഗുഡ് നൈറ്റ്. മാഡത്തിനുള്ള കോംപ്ലിമെന്റ്. എനിക്ക് കോംപ്ലിമെന്റ് ഒന്നും വേണ്ട. പിന്നെന്താ വേണ്ട? എനിക്കിതാ അച്ഛൻ കഴിച്ച കേക്കിന്റെ ബാക്കി മതി.
വെറുതെ ആവശ്യമില്ലാതെ എടുത്തു ചാടി. ഇനി അമ്മയുടെ വായിലിരിക്കുന്നത് മുഴുവൻ കേൾക്കണം. കേക്കണം. അത്രയ്ക്ക് നല്ല കാര്യമാണല്ലോ നീ ചെയ്തത്. അവന്റെ ഒരു കത്തിയും കടാരയും തോക്കും. എടാ എന്താണാ നീ എന്നോട് പറഞ്ഞത്? അവരുടെ കയ്യിൽ ഗണ്ണ് കണ്ടു എന്നല്ലേ? അമ്മേ, ഞാനത് അവര് സംസാരിച്ചതൊക്കെ കേട്ടപ്പോ എനിക്കൊരു അബദ്ധം പറ്റിയതാ അമ്മേ. അബദ്ധം? അടിക്കല്ലേ അമ്മേ. എടാ, മുന്നും പിന്നും നോക്കാതെ എടുത്ത് ചാടരുതെന്ന് ഞാൻ നിന്നോട് 1000 വട്ടം പറഞ്ഞിട്ടുള്ളതല്ലേ? എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്റെ തൊലി ഉരിഞ്ഞു പോയി. ഒരു വിധത്തിലാ ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് പ്രതാപന്റെ മുന്നിൽ നിന്ന് തടി ഉരിയത്. പാതിരാത്രിക്ക് അവന്റെ ഒരു ഗവേഷണം. ക്ഷമിക്കമ്മേ. അവര് പറയുന്നത് അമ്മ കേട്ടിരുന്നെങ്കിൽ അമ്മയ്ക്കും എനിക്ക് പറ്റിയ അബദ്ധമേ പറ്റുള്ളൂ. അതിനെ അംബികയുടെ തലയിൽ കളിമണ്ണല്ല, നിനക്ക് ചില സമയത്തെ നിന്റെ അപ്പന്റെ ബുദ്ധിയാ. തലതിരിഞ്ഞ ബുദ്ധി. അവളുടെ ഒരു ബർത്ത്ഡേ കേക്ക്. ഞാനാണെങ്കിൽ പ്രതാപന്റെ ബർത്ത്ഡേ ആണെന്നുള്ള കാര്യമേ മറന്നു. അവസരം മുതലെടുത്ത് അവള് കയറി ഒട്ടിയത് കണ്ടോടാ? കണ്ടു. അമ്മാവനുമായി ബന്ധപ്പെട്ട എല്ലാ നല്ല ദിവസങ്ങളുടെയും ഡേറ്റ് അമ്മ എനിക്കൊന്ന് എഴുതി തരണം. ഇനി മുതല് അവള് ചിന്തിക്കുന്നതിന് മുമ്പ് എനിക്ക് പ്ലാൻ ചെയ്യണം. എന്ത്? അമ്മാവനെ ഞാൻ ഇംപ്രസ് ചെയ്ത് അമ്മയ്ക്ക് കാണിച്ചു തരാം. കൊള്ളാം, ഭയങ്കര ബുദ്ധിയായിപ്പോയി. എടാ, നീ ഒരിക്കലും നടക്കാത്ത കാര്യത്തിന് മെനക്കെടാതെ അവളെ എങ്ങനെ പ്രതാപനോട് കൂടുതൽ അടുപ്പിക്കാതെ തടയാൻ പറ്റുമെന്ന് ചിന്തിക്കേ. ഓരോ ദിവസം കഴിയും തോറും അവള് പ്രതാപനോട് കൂടുതൽ അടുത്തോണ്ടിരിക്കുക. അത് പാടില്ല ദീപക്കെ. പ്രതാപന്റെ മനസ്സില് അവളോടുള്ള അലിവ് കൂടി വന്നാ, അവളോട് പ്രതാപന് വാത്സല്യം തോന്നിയാൽ പിന്നെ നമ്മുടെ ഒരു ഉദ്ദേശവും നടക്കില്ല. അവര് തമ്മിൽ ഒരിക്കലും അടുക്കാൻ പാടില്ല. സോറി അമ്മേ, ഞാൻ എന്റെ എടുത്തുചാട്ടം കുറച്ചോളാം. ഇനി മുതല് ശരിക്കും ആലോചിച്ച് ഞാൻ സംസാരിക്കൂ, പ്രവർത്തിക്കൂ. സത്യം. അമ്മ വഴക്ക് പറഞ്ഞത് നിനക്ക് വിഷമായോടാ? വിഷമിക്കണ്ട, അമ്മ നിന്റെ നല്ലതിന് വേണ്ടിയല്ലേ ഇതൊക്കെ പറയുന്നേ. മോൻ പോയി കിടന്ന് സുഖമായിട്ട് ഉറങ്ങിക്കോ. രാവിലെ നേരത്തെ ജിമ്മിലൊക്കെ പോയിട്ട് വന്ന് ശാന്തമായ ഒരിടത്തിരുന്ന് അവളെ എങ്ങനെ ഇവിടുന്ന് പുറത്താക്കാമെന്ന് ആലോചിക്കേ. ശരി അമ്മേ. നമസ്കാരം വർമ്മ സാറേ. നമസ്കാരം. വർമ്മ സാറിന്റെ പിറന്നാൾ ദിവസമാണല്ലോ ഇന്ന്. പിറന്നാൾ ആശംസകൾ. എല്ലാ ഭാവങ്ങളും നേരുന്നു. ഇവിടെ നടക്കുന്ന നേർച്ചയ്ക്ക് ഒരു കുറവും വരില്ല കേട്ടോ. ആരാ ചേച്ചി അയാള്? ഇതിനു മുമ്പ് കണ്ട ഒരു പരിചയമില്ലല്ലോ. എന്ത് നേർച്ചയുടെ കാര്യം അയാൾ പറഞ്ഞിട്ട് പോയത്? നിനക്ക് വേണ്ടപ്പെട്ട ആളുകൾ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും നേർച്ചകളൊക്കെ നടത്തുന്നുണ്ടായിരിക്കും പ്രതാപ. ചിലപ്പോ നിനക്ക് വെറുപ്പുള്ളവരും ആകാം. ഇന്ന് പിറന്നാൾ ദിവസമല്ലേ, കാര്യസാധ്യത്തിന് വേണ്ടി നിന്നെ പ്രീതിപ്പെടുത്താൻ ആരെങ്കിലും ശ്രമിക്കുന്നതും ആവാം. ദേ, നീ വാ, സമയം കളയാതെ നമുക്ക് പോയി തൊഴാം.
ദൈവമേ, ഇന്നെന്റെ അച്ഛന്റെ പിറന്നാൾ ദിവസം സർവ്വ ഐശ്വര്യങ്ങളും അച്ഛനുണ്ടാവണേ. എല്ലാ ആപത്തുകളിൽ നിന്നും എന്റെ അച്ഛനെ കാത്തു രക്ഷിച്ച് നീ കാവലായിരിക്കണേ. പ്രതാപ, ഈ കൊല്ലവും വിജയങ്ങൾ മാത്രമേ നിന്റെ ജീവിതത്തിൽ ഉണ്ടാവൂ എന്ന് നീ വ്യാമോഹിക്കണ്ട. ഇന്ന് നിന്റെ പിറന്നാളാണ്, നീ പ്രാർത്ഥിക്ക്. പക്ഷേ നീയും നിന്റെ മകളും എത്ര പ്രാർത്ഥിച്ചാലും ഇനി വരാൻ പോകുന്നത് നിന്റെ തകർച്ചയുടെ കാലമായിരിക്കും. ഈ അംബികയുടെ ഉയർച്ചയുടെയും